ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൂമ്പുതോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഈ തോരൻ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ തോരൻ വയ്ക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഏത്തവാഴയുടെ കൂമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കാൻ എടുക്കുമ്പോൾ ഏത്തവാഴയുടെ അല്ലെങ്കിൽ പാളയംകൊടൻ്റെ പിന്നെ കപ്പയുടെ രസകദളിയുടെയൊക്കെ കൂമ്പെടുക്കാം. നമ്മളൊരിക്കലും റോബസ്റ്റിൻ്റെ കൂമ്പെടുക്കരുത് കേട്ടോ. അതൊരു കയ്പ്പ് രസം ഉണ്ടാകുന്ന കൂമ്പാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക. പാളയംകൊടൻ്റെയും ഈ ഏത്തവാഴയുടെയാണ് ഏറ്റവും നല്ല ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഴക്കൂമ്പിൻ്റെ ഒരു 4-5 പോള നമുക്ക് ഇളക്കി കളയാം. വളരെ റെഡായിട്ടുള്ള ആ പോർഷനുള്ള പോളകളൊക്കെ നമുക്ക് 4-5 ഇളക്കി കളയാൻ പറ്റും. കൂടുതലൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 ഇളക്കി കൊടുത്താൽ മതി. ഇളക്കും തോറും ഇത് ഒന്ന് അതിൻ്റെ കളറൊന്നും മാറി ഒരു വെള്ള ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഇത്ര മതി. നമുക്കതിൻ്റെ ഞെടുപ്പൊന്ന് പൊട്ടിച്ച് കളയാം. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത കൂമ്പിനെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ആദ്യം ഇതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതൊന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുക. കൊത്തി കൊടുത്ത ഭാഗം മൊത്തം നമുക്ക് അരിഞ്ഞെടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ കറക്കി കൊടുത്തിട്ട് കൊത്തിയെടുക്കുക. കൊത്തിയെടുത്ത ഭാഗം വീണ്ടും അരിയുക. അങ്ങനെ ഇത് തീരുവോളം ചെയ്യുക കേട്ടോ. മിക്ക ആൾക്കാർക്കും വാഴക്കൂമ്പ് അരിയാൻ അറിയില്ല. അവർ ഓരോ പോളയും എടുത്തിട്ട് അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അരിയുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. നല്ല എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ മക്കൾക്കൊന്നും ഇതുപോലെ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാൻ അറിയില്ല. അവർക്ക് കൂടി വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തൊന്ന് കൊത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തീരുന്നത് വരെ ഒന്ന് അരിയാം. തീരുന്ന സമയത്ത് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കാമ്പ് എങ്ങനെയാണ് വേറിട്ടെടുക്കണേന്ന്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മായൊക്കെ ഇതുപോലെ വാഴക്കൂമ്പ് അരിഞ്ഞ് എടുക്കുന്നത് നമ്മൾ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെയാണ് ഇത് പഠിച്ചത്. അപ്പോൾ അന്ന് പഠിച്ചത് കൊണ്ട് ഇന്ന് നന്നായിട്ട് വാഴക്കൂമ്പ് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് കാമ്പിൻ്റെ ഭാഗം വരെ എത്താറായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് രാസവളങ്ങൾ ചേരാത്ത നമ്മുടെ വീട്ടുപറമ്പിൽ ഉണ്ടാകുന്ന ഇതേപോലുള്ള വാഴക്കൂമ്പൊക്കെ കളയരുത് കേട്ടോ. നമുക്കിതുപോലെ തോരൻ വയ്ക്കുകയും മെഴുക്ക് പുരട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് ഞാൻ അരിഞ്ഞിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം വരെ എത്താറായിട്ടുണ്ട്. തണ്ടിൻ്റെ ഭാഗം എത്തുമ്പോൾ ഞാനിത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ വാഴക്കൂമ്പ്. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ ഇത് മിസ്സാക്കരുത്. ഇതെടുത്ത് നിങ്ങൾ തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തണ്ടിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊത്തി കൊടുത്തതിന് ശേഷം പിച്ചാത്തി വെച്ച് അരിയുമ്പോൾ പകുതി കൊണ്ട് നിർത്തുക കേട്ടോ. ആ തണ്ടിൻ്റെ ഭാഗം വരെ കൊണ്ട് നിർത്തുക. എന്നിട്ട് ഇതുപോലെ കതച്ച് ഇത് ചിറ്റിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തണ്ടിൻ്റെ ഭാഗം നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയെ അത് നമുക്ക് കളയാം. അതും കൂടി അരിഞ്ഞ് നമ്മൾ ഇട്ട് തോരൻ വെച്ചാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ തണ്ടിൻ്റെ ഭാഗം വരെ എത്തുമ്പോൾ നമ്മൾ കത്തി ഒന്ന് താക്കാതെ അവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് വട്ടം ചുറ്റിച്ച് അരിഞ്ഞെടുക്കുക. അതുപോലെ അരിഞ്ഞെടുത്ത തണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നോക്കിയ തണ്ടിൻ്റെ ഭാഗം മൊത്തം നമുക്ക് അരിഞ്ഞ് വീഴാതെ തന്നെ നമുക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കളയാം. അപ്പോൾ അരിഞ്ഞിട്ട കൂമ്പ് മൊത്തം ഒരേ രീതിയിൽ ഒരേ സൈസിൽ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കിടക്കുന്ന തണ്ടിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കളയുക കേട്ടോ. ഇതൊക്കെ കിടന്നാൽ കയ്പ്പ് രസമുണ്ടാകും. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ഒരു കറ കളയുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. അത് മിക്ക ആൾക്കാർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് ഇത് കറ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് പതിവ്. അപ്പോൾ അതിൻ്റെ കറ മൊത്തം നഷ്ടമായി വാഴക്കൂമ്പിൻ്റെ ഗുണമേ പോകും. അപ്പോൾ ഈ കറ എടുത്താൽ അതിൻ്റെ ഗുണങ്ങളൊന്നും പോവുകയില്ല. നമുക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ തോരൻ. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ ഒരു വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കൂമ്പെല്ലാം കൂടി ഒരു ഭാഗത്തേക്കൊന്ന് നീക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിൽ എടുക്കാവുന്നത്രയും കൂമ്പെടുത്തിട്ട് ഇടത്തെ കൈവെള്ളയിൽ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറയെല്ലാം നമ്മുടെ കയ്യിൽ കുടുങ്ങുകയും ചെയ്യും. വാഴക്കൂമ്പിൻ്റെ ഭാഗം പ്ലേറ്റിലും വീഴും കേട്ടോ.
അപ്പോൾ ഇത് തീരുന്നതിന് മുമ്പായിട്ട് അടുത്തതും ഇതുപോലെ ഒരു കൈക്കുമ്പിൾ നിറയെ എടുക്കുക. ഇതുപോലെ ഉരച്ചൊരച്ച് നമുക്ക് വാഴക്കൊമ്പ് മൊത്തം സെപ്പറേറ്റ് ആക്കി ഇടാവേ. അപ്പോൾ നമ്മുടെ കറ മാത്രം നമ്മുടെ കയ്യിൽ അവശേഷിക്കുകയെ. ഈ കറ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തോരൻ വെച്ചാൽ ഇത് നമ്മുടെ അരപ്പൊക്കെ ഇട്ട് കയ്യിൽ വെച്ച് ഇളക്കുന്ന സമയത്തുണ്ടല്ലോ ഒരുമാതിരി കുരുങ്ങി വരും. അത് പിന്നെ കഴിക്കാനും നമുക്ക് കഴിക്കുമ്പോഴും നമ്മുടെ വായിൽ തടയുവേ. ഇതാവുമ്പോൾ ഇങ്ങനെ കറയെടുത്ത് നമ്മൾ തോരൻ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു തോരനായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൊമ്പ് മൊത്തം ഞാൻ എന്താ കൈക്കുമ്പിളിലാക്കിയിട്ട് ഇതുപോലെ ഉരച്ച് കൊടുത്തിട്ട് വാഴക്കൊമ്പ് മൊത്തം പ്ലേറ്റിലും ആക്കിയിട്ട് കറ മൊത്തം സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, മൊത്തം വാഴക്കൊമ്പും ഞാൻ തിരുമ്മി പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കറയാണ് കേട്ടോ. അതായത് ഇത്രയും കറ കിട്ടിയിട്ടുണ്ട്. ഇത് കിടന്നാൽ നമ്മുടെ തോരന് ഒരു ഇത് കാണില്ല കേട്ടോ. ഒരു ഉലർത്തി എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കട്ട കട്ടയായിട്ട് പിടിച്ച് കിടക്കും. ഈ കറ മാത്രം മതി കട്ടയായിട്ട് കിടക്കാൻ. ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ തോരൻ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ കറയും എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞിടാം. തോരൻ വയ്ക്കുമ്പോൾ ഏത് തോരനായിരുന്നാലും നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഒരു സവാളയും കൂടി അരിഞ്ഞിട്ട് അത് വെച്ച് നോക്കൂ, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ സവാള നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിടാം. അപ്പോൾ സവാള മൊത്തം എന്താ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതാ 2-3 വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞളും പിന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുകയെ. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടാവുന്ന പാനിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ട് നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് തോരനിലുള്ള ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. കടുക് ഒന്നും കൂടി പൊട്ടി വരാനുണ്ട്. അപ്പോൾ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പും സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പും ആ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് അലിയിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കരിയുപ്പുള്ളവർക്ക് അതിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് മധ്യത്തോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാവേ. 2 മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ വാഴക്കൂമ്പ്. ആവി കയറിയാൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് ഏകദേശം 1 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചപ്പോഴും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി തേങ്ങയിൽ കൂടി ഇട്ട് ചാച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി അടച്ച് വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ അതാ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നടുക്ക് ഭാഗം ഒന്ന് കുഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 1/2 കപ്പ് തുവരം പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് വെന്തുടയരുത്. അതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം കളഞ്ഞ് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുത്ത തുവരം പരിപ്പാണ് ഇത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് വലിച്ച് മധ്യത്തോട്ടാക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കൂടി അടച്ച് വെക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ആക്കാം. ഈ സമയം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡിയായേ. പ്രത്യേകിച്ച് നമ്മുടെ ഇതിൽ തോരൻ പരിപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. വിഷരഹിതമായിട്ടുള്ള ഐറ്റങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതാ നമ്മുടെ ഉലർത്തിയെടുത്ത ഒന്നിനൊന്ന് തൊടാത്ത നല്ല ഉലർത്തിയെടുത്ത തോരനായിട്ട് തന്നെ നമുക്ക് വാഴക്കൂമ്പ് തോരൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്